നമുക്കിന്നൊരു ഇല്യൂഷൻ ആർട്ട് ചെയ്താലോ, സിമ്പിളായിട്ട് ചെയ്യാം, വേഗം ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ടാ തുടങ്ങിയത്. പക്ഷെ തുടങ്ങിയപ്പോഴല്ലേ പണി കിട്ടിയെന്ന് മനസ്സിലായത്. ഇതങ്ങോട്ട് വരച്ചാ തീരുന്നില്ല. ഞാൻ ഒന്ന് പറയാം, നല്ല ക്ഷമയുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു വിധത്തില ഞാനിതൊന്ന് ചെയ്തു തീർത്തത്. ഇവിടം വരെയൊന്നും കുഴപ്പമില്ലെന്നേ, ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ പണി വരുന്നത്. അതിനടുക്ക് ചുമ്മാ ഒരു പൂ വരച്ചു. 2 തട്ടായിട്ട് വരുന്ന പൂവായിരുന്നു വരച്ചിരുന്നത്. പിന്നെ അതിന്റെ പുറകെ വേറൊരു റൗണ്ട് പൂവും കൂടെ വരച്ചു. അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ പുറകെ പിന്നെയും ഒരു റൗണ്ടും കൂടെ വരച്ചു. പിന്നെ അവിടെ ഇവിടെയൊക്കെ തോന്നിടത്തെല്ലാം വരച്ചങ്ങ് കൊടുത്തു. ഇനി ഈ വരച്ചെടുത്തൊന്നെല്ലാം കൂടെ ഒരു വരയായിട്ട് അങ്ങ് വരച്ചു. ഈ പാമ്പിൻ മക്കൾ നമ്മൾ വരയ്ക്കത്തില്ലേ, അതുപോലത്തെ ഒരു വര അങ്ങോട്ട് എല്ലാ പൂവിനും അങ്ങോട്ട് വരച്ച് താഴോട്ട് കൊടുത്തു. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, ചിലപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ പറയുന്നത് എന്തെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഏകദേശം എന്തായാലും മനസ്സിലായി കാണുമല്ലോ. ഇനിയാണ് പണി വരുന്നത്. ദാ ഈ കാണിക്കുന്നില്ലേ, ഓരോ വര നമ്മൾ വരച്ചില്ലേ, അതിൻ്റെ അകത്തൂടെ ഓരോ വരകൾ ഇട്ട് കൊടുത്തോണ്ടേയിരിക്കണം. ഇതിന്റെ ലാസ്റ്റൊക്കെ കാണാൻ അടിപൊളിയായിരിക്കും. പക്ഷെ അതിന്റെ പുറകെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ ആദ്യം ഓർത്തു, എളുപ്പ പരിപാടിയല്ലേ, ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്ത് നോക്കിയതാ. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത്, ഇത് തീരുന്നില്ലല്ലോ. പിന്നെന്തായാലും ചെയ്ത് തുടങ്ങിയതല്ലേ, അവസാനിപ്പിച്ചിട്ട് ബാക്കി കാര്യമുള്ളെന്ന് ഞാനും ഓർത്തു. പിന്നെ ബ്ലാക്ക് ഇങ്ക് വെച്ച ഞാനിതൊക്കെ ചെയ്തത്. പക്ഷേ എനിക്ക് അങ്ങോട്ട് ലാസ്റ്റ് ഔട്ട്പുട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ സ്കെച്ച് പെൻ എടുത്തിട്ട് വന്ന് ആ വരയിൽ കൂടെയും പൂവിൽ കൂടെയൊക്കെ ഒന്നുകൂടെ ഒന്ന് കടുപ്പിച്ചു കൊടുത്തു. അന്നേപ്പോൾ ഒന്നുകൂടെ അടിപൊളിയായി കാണാനായിട്ട്. എന്തായാലും കഷ്ടപ്പെട്ടതിനൊരു ഫലം ഉണ്ടായടാ. ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത്. അപ്പൊ ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.